ഓൺലൈൻ ക്ലാസ്സിൽ നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ട്രയാങ്കിൾസിൻ്റെ ഡിവിഷനെ കുറിച്ച്, അല്ലെങ്കിൽ ട്രയാങ്കിൾസിന് നമുക്ക് ഈക്വൽ ഏരിയയുള്ള ട്രയാങ്കിൾ നമ്മൾ എങ്ങനെ വരയ്ക്കാം, റെക്റ്റാങ്കിളിന് തന്നു കഴിഞ്ഞാൽ അതേ സെയിം ഏരിയയുള്ള മറ്റൊരു ട്രയാങ്കിൾ നമ്മൾ എങ്ങനെ വരയ്ക്കാമെന്ന് പഠിച്ചു. അതുപോലെ തന്നെ പെൻഡഗൺ തന്നിട്ട് അതേ സെയിം ഏരിയയുള്ള നമ്മൾ ട്രയാങ്കിൾ വരയ്ക്കാൻ പഠിച്ചു. റോംബസ് ആണെങ്കിൽ അത്. അപ്പോൾ നമ്മൾ ഇതുവരെ അങ്ങനെ വരയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ട്രയാങ്കിൾ ഡിവിഷനെ കുറിച്ചാണ്. അപ്പോൾ ട്രയാങ്കിളിന് നമുക്ക് നിശ്ചിത റേഷ്യോ ഉള്ള ഏരിയ, അല്ലെങ്കിൽ നിശ്ചിത റേഷ്യോ ഉള്ള ട്രയാങ്കിളുകളായി നമ്മൾ എങ്ങനെ അത് ഡിവൈഡ് ചെയ്യുന്നത്, നമുക്കത് എങ്ങനെ തെളിയിക്കാം എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഇനി എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ബോർഡിലൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. അപ്പോൾ അതിന് പേര് കൊടുക്കുന്നു ABC. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്തു, ഞാൻ മറ്റ് 2 ട്രയാങ്കിളുകളാക്കി ഇതേ സെയിം ട്രയാങ്കിളിനെ തന്നെ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. ഞാൻ ഇവിടെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, സ്ട്രൈറ്റ് ലൈൻ അല്ല ഞാൻ ഇത് എന്ത് ചെയ്ത് വരച്ചത്. അപ്പോൾ ഞാൻ ഇതിന് ആ പോയിന്റിന് ഞാൻ ഒരു പേര് കൊടുത്തു P എന്ന്. ഇനി ഈ ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിന് അകത്താണ് നമ്മൾ 2 ട്രയാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹൈറ്റിന് ഒരിക്കലും എന്ത് വരില്ല, 2 ട്രയാങ്കിളിൻ്റെ ഹൈറ്റിന് വ്യത്യാസം വരില്ല. അത് എന്ത് തന്നെയായിരിക്കും, H തന്നെ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് 2 ട്രയാങ്കിളിൻ്റെ കോമൺ ആയിട്ട് വരുന്ന ഹൈറ്റിന് നമുക്ക് എന്തെന്ന് എടുക്കാം, H എന്ന് തന്നെ എടുക്കാം. ഇനി AP എന്ന് പറയുന്ന ലെങ്തിന് ഞാൻ ഇവിടെ എന്തെന്ന് എടുത്തു, B1 എന്ന് എടുത്തു. AP എന്ന് പറയുന്ന ലെങ്തിന് ഞാൻ ഇവിടെ എന്തെന്ന് എടുത്തു, B1 എന്ന് എടുത്തു. ഇനി PB എന്ന് പറയുന്ന ലെങ്തിന് ഞാൻ ഇവിടെ എന്തെന്ന് എടുത്തു, B2 എന്ന് എടുത്തു, ബേസ് 2. അപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിളിനെ തന്നെ 2 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് ആദ്യ ട്രയാങ്കിളിന്റെ ബേസിന് ഞാൻ എന്തെന്ന് എടുത്തു, B1 എന്ന്. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ബേസിന് ഞാൻ ഇവിടെ എന്തെന്ന് എടുത്തു, B2 എന്ന് എടുത്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ബേസുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത്, അപ്പൊ റേഷ്യോ ഓഫ് ബേസ് ഈസ് ഈക്വൽ ടു B1 ഈസ് ടു B2 ആണ്. B1 ഈസ് ടു B2 എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടത്തെ ബേസുകൾ തമ്മിലുള്ള എന്തെന്ന് പറയുന്നത്, റേഷ്യോ. അങ്ങനെയെങ്കിൽ ഇവയുടെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും, അതാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ടത്, കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 2 ട്രയാങ്കിളിന്റെയും ബേസുകൾ തമ്മിലുള്ള റേഷ്യോ, അതായത് ഒരു ലൈൻ തന്നിട്ട് 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലെങ്തുകൾ തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്, അവിടെ റേഷ്യോ. അതിന് ഏറ്റവും ചെറുതാക്കിയാൽ മാത്രം മതി. ഇവിടെ ഞാൻ B1 എന്ന് എടുത്തതുകൊണ്ട് ആദ്യം B1 കൊടുത്തു, രണ്ടാമത് B2 കൊടുത്തു. തിരിച്ചു കൊടുക്കാം, B2 ഈസ് ടു B1 എന്ന് എടുക്കാം. അപ്പോൾ നമുക്കിവിടെ റേഷ്യോ എന്ന് പറയുന്നത് B1 ഈസ് ടു B2 എന്ന് എന്ത് ചെയ്ത് ഞാൻ ഇവിടെ എടുക്കും. ഇനി നമുക്ക് ഈ 2 ട്രയാങ്കിൾസിന്റെയും ഏരിയകൾ തമ്മിലുള്ള എന്ത് കണക്കാക്കണം, റേഷ്യോ നമുക്ക് കണക്കാക്കണം. അതിന് നമുക്കിവിടെ ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കാം. ഈ ട്രയാങ്കിൾ APC. അപ്പോൾ ഇവിടെ APC എന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആദ്യത്തെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, B1 ആണ്. ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് H1. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഈസ് ഈക്വൽ ടു നമുക്കിവിടെ എങ്ങനെ എടുക്കാം, ഹാഫ് BH ആണ്. ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു B1 ഇൻറ്റു H തന്നെയായിരിക്കും എന്ത് ചെയ്യുക, വരിക. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, ഹാഫ് B1H. ഇതായിരിക്കും നമുക്കിവിടെ എന്തെന്ന് പറയുന്നത്, ആദ്യത്തെ ട്രയാങ്കിളായ APCയുടെ ഏരിയ. അപ്പോൾ APCയുടെ ഏരിയ കണക്കാക്കാൻ നമുക്ക് ആവശ്യം ബേസും ഹൈറ്റും ആണ്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് AP ആണ്. APയുടെ ലെങ്ത് എന്ന് പറയുന്നത് B1 എന്ന് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നത്, 2 ട്രയാങ്കിളിന് കോമൺ ഹൈറ്റ് ആയതുകൊണ്ട് അതിന് ഞാൻ എന്തെന്ന് എടുത്തു, H എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു B1 ഇൻറ്റു H ആയിരിക്കും. അപ്പോൾ ഹാഫ് B1H ആയിരിക്കും നമുക്കിവിടെ എന്തെന്ന് പറയുന്നത് ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ. ഇതുപോലെ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ, അപ്പോൾ ഇൻ ട്രയാങ്കിൾ ഏതാണ്, PBC. അപ്പോൾ PBC എന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ട്രയാങ്കിൾ PBCയിൽ നമുക്കിവിടെ ബേസ് എന്ന് പറയുന്നത് B2 ആണ്, ഹൈറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് H തന്നെയാണ്. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത്, ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ തന്നെയാണ് ഹാഫ് BH തന്നെയാണ്. ഇവിടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്, B2. അപ്പോൾ എങ്ങനെ എടുക്കാം, ഹാഫ് ഇൻറ്റു B2 ഇൻറ്റു H. നമുക്കിവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ കഴിയാത്തത് കൊണ്ട് നമുക്കിവിടെ എങ്ങനെ എഴുതാം, ഹാഫ് B2H. അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് B1H എന്ന് കിട്ടി. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് B2H എന്ന് കിട്ടി. നമുക്കിവിടെ റേഷ്യോ ഓഫ് ദ ബേസ് നമുക്കറിയാം B1 ഈസ് ടു B2 ആണ്. നമുക്കിനി ഇവയുടെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ നമുക്ക് നോക്കണം. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഏരിയയും രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇവയുടെ റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പോൾ റേഷ്യോ ഈസ് ഈക്വൽ ടു, നമുക്ക് ആദ്യത്തെ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് B1H ആണ്, ഈസ് ടു. ഇപ്പൊ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് B2H. അപ്പോൾ നമുക്കിവിടെ
ട്രയാങ്കിൾസിന്റെ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് ഹാഫ് V1 H ഈസ് ടു ഹാഫ് V2 H ആണ്. അപ്പോൾ ഇവിടെ പാദങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് B1 ഈസ് ടു B2 ആണ്. ഇവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് ഹാഫ് V1 H ഈസ് ടു ഹാഫ് V2 H ആണ്. അപ്പോൾ റേഷ്യോ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, ഒരിക്കലും ഫുൾ അതായത് കോമൺ ആയി വരുന്ന സംഖ്യ അതുപോലെ നമ്മൾ എന്ത് ചെയ്യാറില്ല, എഴുതാറില്ല. അതിന് എന്ത് ചെയ്യും, നമ്മൾ മാക്സിമം ചെറുതാക്കാറാണ് പതിവ്. അപ്പൊ നമുക്കിവിടെ ചെറുതാക്കാൻ കഴിയുമോ എന്ന് നോക്കാം. ഈ ചെറുതാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് സംഖ്യകളിലും കോമൺ ആയി വരുന്ന സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യുകയോ അതിനെന്ത് ചെയ്യുക, അങ്ങനെ കോമൺ ആയിട്ട് വരുന്നെങ്കിൽ അതിനെ അങ്ങ് ക്യാൻസൽ ചെയ്യുകയോ ചെയ്തായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ചെറുതാക്കി എഴുതുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഏരിയയിലും കോമൺ ആയിട്ട് വരുന്ന ലെറ്റേഴ്സ് ഉണ്ട്, ശരിയല്ലേ? ഏതൊക്കെയാണ്? ഒന്ന് ഹാഫ്, രണ്ടിലും കോമൺ ആണ്. എച്ച് രണ്ടിലും എന്താണ്, കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്തിനായിരിക്കും, ഏരിയയുടെ റേഷ്യോയും B1 ഈസ് ടു B2 തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ട്രയാങ്കിളിന്റെയും ബേസുകൾ തമ്മിലുള്ള റേഷ്യോയും B1 ഈസ് ടു B2 തന്നെയാണ്. രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയകൾ തമ്മിലുള്ള റേഷ്യോയും B1 ഈസ് ടു B2 തന്നെയാണ്. അപ്പോൾ രണ്ട് ത്രികോണങ്ങളുടെയും പാദങ്ങൾ തമ്മിലുള്ള അംശബന്ധം B1 ഈസ് ടു B2 തന്നെയാണ്. അതുപോലെ തന്നെ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവും എന്ത് തന്നെയാണ്, B1 ഈസ് ടു B2 തന്നെയാണ്. അപ്പോൾ ഇവിടെ ട്രയാങ്കിൾ ഡിവിഷനിൽ നമുക്ക് പഠിക്കേണ്ടത് ഇത് തന്നെയാണ്. ഏത് ട്രയാങ്കിൾ എടുത്താലും ആ ട്രയാങ്കിളിനെ ഒരു ട്രയാങ്കിളിൽ നിന്ന് എത്ര പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്താലും അവയുടെ ബേസുകൾ തമ്മിലുള്ള റേഷ്യോയും അവയുടെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോയും എപ്പോഴും എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരേ ഹൈറ്റുകളുള്ള ത്രികോണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഒരേ ഉയരമുള്ള ഏത് ത്രികോണങ്ങൾ എടുത്താലും അവയുടെ ഏരിയ, അതായത് പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവും അവയുടെ പാദങ്ങൾ തമ്മിലുള്ള അംശബന്ധവും എങ്ങനെ തന്നെയായിരിക്കും, തുല്യം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏത് ത്രികോണങ്ങൾ എടുത്താലും, ഒരേ ഉയരമുള്ള ഏത് ത്രികോണങ്ങൾ എടുത്താലും അവയുടെ പാദങ്ങൾ തമ്മിലുള്ള അംശബന്ധവും പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവും എപ്പോഴും എങ്ങനെയായിരിക്കും, തുല്യം ആയിരിക്കും. അപ്പോൾ ഏത് ട്രയാങ്കിൾ എടുത്താലും, ഹൈറ്റ് സെയിം ആയിട്ട് വരുന്ന ഏത് ട്രയാങ്കിൾ എടുത്താലും അവരുടെ ബേസുകൾ തമ്മിലുള്ള റേഷ്യോ, അപ്പോൾ ബേസുകൾ തമ്മിലുള്ള റേഷ്യോയും ഏരിയയുടെ റേഷ്യോയും എപ്പോഴും എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇതൊന്ന് എഴുതിയെടുത്ത് കാണാതെ തന്നെ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്കത് കാണാതെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിപ്പോൾ തെളിയിക്കാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ട് എഴുതി അവിടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, വെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ശ്രദ്ധിക്കുക, എ ലൈൻ ഫ്രോം ദ വെർട്ടെക്സ് ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അതേ സെയിം കാര്യം തന്നെയാണ്. ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ. അപ്പോൾ എ ലൈൻ ഫ്രോം ദ വെർട്ടെക്സ് ഓഫ് ദി ട്രയാങ്കിൾ ഡിവൈഡ് ദ ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്ന ലൈൻ ഓപ്പോസിറ്റ് സൈഡ്, ഡിവൈഡ് ദ ലെങ്ത് ഓഫ് ദി ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ ദ സെയിം റേഷ്യോ. അപ്പോൾ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ലൈൻ രണ്ട് കാര്യങ്ങളിൽ സെയിം ആയിട്ട് വരും. ഒന്ന് റേഷ്യോകൾ തമ്മിൽ, ഏരിയയുടെ റേഷ്യോയും സെയിം ആയിരിക്കും, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിന്റെയും റേഷ്യോ എങ്ങനെയായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ ഒരു മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് വരയ്ക്കുന്ന വര ആ ത്രികോണത്തിന്റെ മൂന്നാമത്തെ വശത്തിന്റെ റേഷ്യോയും ആ ത്രികോണത്തിന്റെ പരപ്പളവിന്റെ റേഷ്യോയും എന്താക്കും, തുല്യം ആക്കും. അപ്പൊ നമ്മൾ ഒരു ത്രികോണത്തിന്റെ ഒരു വെർട്ടെക്സിൽ, അതായത് ത്രികോണത്തിന്റെ ഒരു മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് വരയ്ക്കുന്ന വര ത്രികോണത്തിന്റെ റേഷ്യോയും ത്രികോണത്തിന്റെ പരപ്പളവിന്റെ റേഷ്യോയും ആ മൂന്നാമത്തെ വരയുടെ റേഷ്യോയും തുല്യമായി വായിക്കും. അപ്പൊ നമുക്ക് തുല്യമായിട്ട് എന്ത് ചെയ്യും, വരും. അതേപോലെ തന്നെയാണ് ഒന്നും കൂടെ, ഇൻ എനി ട്രയാങ്കിൾ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ. ഒരു ട്രയാങ്കിളിന്റെ ആംഗിളിന്റെ ബൈസെക്ടർ ഡിവൈഡ് ദ ഓപ്പോസിറ്റ് സൈഡ്. ആ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഇൻ ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ദി ആംഗിൾ. ആ ആംഗിളിന്റെ സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ കൊണ്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അതായത് ഇവ തമ്മിലുള്ള റേഷ്യോ തന്നെ ഈ സൈഡുകൾക്കും വരിക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമുക്കിവിടെ ട്രയാങ്കിളിന്റെ ആംഗിൾ, അതായത് ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ ഡിവിഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇവിടെ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ, ഇവിടെ ഏരിയ കളഞ്ഞിട്ട് ഈ രണ്ട് സൈഡിന്റെ റേഷ്യോയും എങ്ങനെയായിട്ട് മാറും, സെയിം ആയിട്ടും മാറും എന്ന് കൂടെ എന്ത് ചെയ്യും, നമ്മളതിൽ പഠിക്കും. അപ്പൊ നമ്മൾ നേരത്തെ ഇവിടെ തെളിയിച്ചത് രണ്ട് ട്രയാങ്കിളിന്റെയും ഏരിയയും അതിന്റെ തേർഡ് വെർട്ടെക്സിന്റെ, അതായത് തേർഡ് വെർട്ടെക്സിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, അവയുടെ റേഷ്യോ എങ്ങനെയായിരിക്കും, തുല്യമാണെന്ന് പഠിച്ചു. അപ്പൊ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ആംഗിളിന്റെ റേഷ്യോ എന്താണോ ഒരു ആംഗിളിന്റെ ബൈസെക്ടർ. ഇവിടെ ഒരു ആംഗിളിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ഈ സൈഡിനെ എങ്ങനെയാണോ റേഷ്യോ ഡിവൈഡ് ചെയ്യുന്നത് അത് തന്നെയായിരിക്കും ഇവിടെയും വരിക. ദ എനി ട്രയാങ്കിൾ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ഡിവൈഡ് ദ ഓപ്പോസിറ്റ് സൈഡ്.
അപ്പോൾ ഒരു ആംഗിളിന്റെ ബൈസെക്ടർ ഓപ്പോസിറ്റ് സൈഡിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ആ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ആംഗിളിന്റെ സൈഡിന്റെ, അതായത് ആംഗിൾ ഉണ്ടായിരിക്കുന്ന സൈഡിന്റെ റേഷ്യോയിൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന്, ഒരു ട്രയാംഗിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന ഏത് ലൈൻ. അപ്പോൾ ഒരു ട്രയാംഗിളിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലേക്ക് വരയ്ക്കുന്ന ലൈൻ ആ ഓപ്പോസിറ്റ് സൈഡിനെയും ട്രയാംഗിളിന്റെ ഏരിയയും ഒരേപോലെ ഒരേ റേഷ്യോയിൽ എന്ത് ചെയ്യും, വായിച്ച് പോവും. അതേപോലെ തന്നെയാണ് ഒരു ആംഗിളിന്റെ ബൈസെക്ടർ, ഒരു കോണിന്റെ സമഭാജി എതിർവശത്തെ ആ കോണുകളുടെ വശങ്ങളുടെ അംശബന്ധത്തിലായിരിക്കും എന്ത് ചെയ്യുക, വായിക്കുക. അപ്പൊ ആ കോണുകളുടെ വശങ്ങൾ എന്ന് പറയുമ്പോൾ ഇതായിരിക്കും കോണുകളുടെ വശങ്ങൾ. ആ കോണുകളുടെ വശങ്ങളുടെ അംശബന്ധത്തിൽ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, മൂന്നാമത്തെ വശത്തെ വായിക്കുന്നത്. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ കോണിന്റെ സമഭാജി മൂന്നാമത്തെ വശത്തെ ആ കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിൽ എന്ത് ചെയ്യും, വായിക്കും. അപ്പോൾ ഒരു ത്രികോണത്തിലെ ഒരു കോണിന്റെ സമഭാജി മൂന്നാമത്തെ വശത്തെ ആ കോണുകളുടെ വശങ്ങളുടെ അംശബന്ധത്തിൽ എന്ത് ചെയ്യും, വായിക്കും. അപ്പോൾ കോണുകളുടെ വശങ്ങളുടെ അംശബന്ധത്തിൽ വായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യും, അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന വര ത്രികോണങ്ങളുടെ പരപ്പളവും മൂന്നാമത്തെ വശത്തിന്റെ നീളങ്ങളുടെ അംശബന്ധവും എങ്ങനെയായിട്ട് വായിക്കും, തുല്യമായിട്ടും വായിക്കും. അപ്പൊ ഇതെന്ത് ചെയ്യുക, കൃത്യമായി എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. നമ്മൾ ഇത് ഉപയോഗിച്ചായിരിക്കും എന്ത് ചെയ്യുക, അടുത്ത് ക്വസ്റ്റ്യനുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഉപയോഗിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത ക്വസ്റ്റ്യനുകൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നോക്കുക. ഒരു ത്രികോണം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, ഒരു ത്രികോണം എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നിൽ കൂടുതൽ ത്രികോണം എടുത്താലും ഒരേ ഹൈറ്റുകളാണെങ്കിൽ അവയുടെ അംശബന്ധങ്ങൾ, അതായത് പാദങ്ങളുടെ അംശബന്ധവും അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എങ്ങനെയായിരിക്കും, തുല്യം ആയിരിക്കുമെന്ന് ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു. അപ്പോൾ അങ്ങനെ വരുന്ന ത്രികോണങ്ങൾ എടുത്താലും നമുക്ക് ഒരു ത്രികോണത്തിന്റെ കോണിന്റെ സമഭാജി എടുത്താലും, ഒരു ത്രികോണത്തിന്റെ കോണുകളുടെ സമഭാജി എടുത്താലും ആ കോണുകളുടെ സമഭാജി മൂന്നാമത്തെ വശത്തെ വായിക്കുന്നത് ആ കോണിന്റെ വശങ്ങളുടെ അംശബന്ധത്തിൽ ആയിരിക്കും. അപ്പൊ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സൂം ക്ലാസ്സിന് വരുമ്പോൾ എന്ത് ചെയ്യുക, എടുത്ത് ചോദിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചത് ഉപയോഗിച്ച് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഇൻ ദ പിക്ചർ ബിലോ 2 lines are drawn from the top vertex of a triangle to the bottom side. അപ്പോൾ ഒരു ട്രയാങ്കിൾ നമുക്ക് താഴെ തന്നിട്ടുണ്ട്. ഈ ത്രികോണത്തിന്റെ വെർട്ടെക്സിൽ, അതായത് ഒരു മൂലയിൽ നിന്ന് രണ്ട് വരകൾ എന്ത് ചെയ്തിട്ടുണ്ട്, താഴോട്ട് വരച്ചിട്ടുണ്ട്. ഇൻ ദ പിക്ചർ ബിലോ, താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ 2 lines are drawn, രണ്ട് വരകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. ഫ്രം ദ ടോപ്പ് വെർട്ടെക്സ്, മുകളിലത്തെ വെർട്ടെക്സിൽ നിന്ന് ഓഫ് ദ ട്രയാങ്കിൾ ടു ദ ബോട്ടം സൈഡ്, താഴത്തെ വശത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് വരകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ട കാര്യം, പ്രൂവ് ദാറ്റ്, നമുക്ക് തെളിയിക്കണം the ratio in which these lines divide the length of the bottom side is equal to the ratio of the area of the three small triangle in the picture. നമുക്ക് തെളിയിക്കേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ച അതേ സെയിം കാര്യം. ഈ രണ്ട് വരകൾ ഈ ബോട്ടം സൈഡിലെ വരയെ ഡിവൈഡ് ചെയ്യുന്ന അതേ റേഷ്യോയിൽ തന്നെ ഈ ചെറിയ ത്രികോണങ്ങളുടെ പരപ്പളവും എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യുന്നു. നമുക്ക് എന്ത് ചെയ്യണം, തെളിയിക്കണം. Prove that the ratio which this line divide the length of the bottom side, മൂന്നാമത്തെ, അതായത് ബോട്ടം സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന ലെങ്തിന്റെ റേഷ്യോ തന്നെ എന്തിനു പറഞ്ഞ തുല്യമായിട്ട് അവയുടെ ഏരിയ, പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവും മൂന്നാമത്തെ വശങ്ങൾ ഡിവൈഡ് ചെയ്യുന്നതിന്റെ അംശബന്ധവും തുല്യമാണ് എന്ന് നമുക്കിവിടെ എന്ത് ചെയ്യണം, തെളിയിക്കണം. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, താഴെ തന്നിരിക്കുന്ന ത്രികോണത്തിന്റെ മൂന്നാമത്തെ മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് രണ്ട് വരകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. ഈ വരകൾ മൂന്നാമത്തെ വശത്തെ വായിക്കുന്ന അംശബന്ധവും ചെറിയ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവും തുല്യമാണ് എന്ന് നമുക്കിവിടെ എന്ത് ചെയ്യണം, തെളിയിക്കണം. അപ്പോൾ ഇവിടെ വശങ്ങളുടെ അംശബന്ധം, അതായത് താഴത്തെ വശങ്ങളുടെ അംശബന്ധവും ത്രികോണങ്ങളുടെ പരപ്പളവും നമുക്കിവിടെ എന്താണെന്ന് തെളിയിച്ചാൽ മതി, തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. അതായത് മൂന്ന് ത്രികോണങ്ങളുടെയും പാദങ്ങൾ തമ്മിലുള്ള അംശബന്ധവും ത്രികോണങ്ങളുടെ പരപ്പളവ് തമ്മിലുള്ള അംശബന്ധം എന്താണെന്ന് തെളിയിക്കുക, തുല്യമാണെന്ന് തെളിയിക്കുക. നമ്മൾ നേരത്തെ രണ്ടായിട്ട് വായിച്ച് എങ്ങനെയാണോ തെളിയിച്ചത് അതേ സെയിം ആയിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാം, ഇതൊന്നും തെളിയിക്കാം. അപ്പൊ അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്, നമുക്കിവിടെ എന്ത് ചെയ്യാം, ചിത്രം എന്ത് ചെയ്യാം, പേര് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യണം. അത് ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുന്നു, മായ്ക്കുന്നു. ഇനി ക്വസ്റ്റ്യൻ്റെ ആവശ്യമില്ലല്ലോ. എന്നിട്ട് ചിത്രത്തിന് ഞാൻ എന്ത് ചെയ്തു, മുകളിലോട്ട് എടുത്ത് വരയ്ക്കാം. എന്നിട്ട് താഴോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു പോവാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, നമുക്ക് ത്രികോണത്തെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവും താഴത്തെ വശത്തിന്റെ അംശബന്ധങ്ങളും എന്താണെന്ന് തെളിയിക്കണം, തുല്യമാണെന്ന് തെളിയിക്കണം. അപ്പൊ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, ആ ചിത്രത്തെ ഞാൻ ഒന്ന് എന്ത് ചെയ്യുന്നു, മാറ്റി വരയ്ക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ചിത്രം തന്നിട്ടുണ്ടായിരുന്നു. മൂന്ന് ചെറിയ ത്രികോണങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിതിനെ പേര് കൊടുക്കാം, എ ബി സി. അപ്പൊ നമുക്കിതിനെ പി എന്നും ക്യൂ എന്നും കൊടുക്കാം.
ഓക്കെ, നമുക്കിവിടെ എ പി ഞാൻ നേരത്തെ എടുത്ത പോലെ എന്തെന്ന് എടുക്കാം, B1 എന്ന് എടുക്കാം. എ പി നമുക്ക് എന്തെന്ന് എടുക്കാം, B1. അപ്പൊ പി ക്യു നമുക്ക് എന്തായിട്ട് മാറും, B2, QB B3. ഇതിന്റെ ടോട്ടൽ ഹൈറ്റിന് നമുക്ക് എന്ത്, ഒരു ത്രികോണല്ലേ ഇവിടെ ഉള്ളൂ. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, h തന്നെയായിരിക്കും. അപ്പൊ ഹൈറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇവിടെ എന്തെന്ന് എടുക്കാം, ഇതിന്റെ ടോട്ടൽ ഇവിടുത്തെ ലെങ്ത് എന്ന് പറയുന്നത് എന്താ തന്നെ എടുക്കാം, h എന്ന് തന്നെ എടുക്കാം. ഇനി നമുക്ക് ആദ്യം നമുക്കിവിടെ നോക്കാം, എ പി ഈസ് ഈക്വൽ ടു B1 നമ്മൾ എടുത്തു, പി ക്യു ഈസ് ഈക്വൽ ടു B2 എന്ന് എടുത്തു, ക്യു ബി ഈസ് ഈക്വൽ ടു എന്നെടുത്തു, B3 എന്നെടുത്തു. അപ്പോൾ റേഷ്യോ ഓഫ് ദി ബേസ് എന്ന് പറയുന്നത്, അതായത് മൂന്നാമത്തെ വശ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, അവയുടെ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ റേഷ്യോ ഓഫ് ബേസ് ഈസ് ഈക്വൽ ടു എങ്ങനെ എടുക്കും, എ പി ഈസ് ടു പി ക്യു ഈസ് ടു ക്യു ബി ആണ്, ശരിയല്ലേ. ഈസ് ഈക്വൽ ടു എ പി എന്ന് പറയുന്നത് B1 ഈസ് ടു B2 ഈസ് ടു B3 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ബേസുകൾ തമ്മിലുള്ള റേഷ്യോ കിട്ടി. അപ്പൊ ബേസുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് B1 ഈസ് ടു B2 ഈസ് ടു B3 ആണ്. അപ്പൊ നമുക്കിവിടെ ആദ്യത്തെ വശത്തിന്, അതായത് ആദ്യത്തെ ഭാഗത്തിന് ഞാൻ B1 എന്നെടുത്തു, രണ്ടാമത്തെ പാർട്ടിന് B2 എന്നെടുത്തു, മൂന്നാമത്തെ പാർട്ടിന് എന്തെടുത്തു, B3 എന്നെടുത്തു. അപ്പൊ 3 ത്രികോണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആദ്യ ത്രികോണത്തിന്റെ ബേസ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, B1 ആയിട്ട് മാറും. രണ്ടാമത്തെ ത്രികോണത്തിന്റെ ബേസ് എന്ന് പറയുന്നത് B2 ആയിട്ട് മാറും. മൂന്നാമത്തെ ത്രികോണത്തിന്റെ ബേസ് എന്ന് പറയുന്നത് B3 ആയിരിക്കും. ഹൈറ്റ് ഒരേ ത്രികോണമായതുകൊണ്ട് ഈക്വൽ ആയിരിക്കും, h എന്ന് എടുത്തു. ഞാൻ ഇവിടെ ആദ്യം റേഷ്യോ ഓഫ് ദി ബേസ് കണ്ടുപിടിച്ചു, എന്താണ്, B1 ഈസ് ടു B2 ഈസ് ടു B3. ഡൗട്ട് ഉണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ ട്രയാങ്കിളിന്റെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, റേഷ്യോ കണക്കാക്കണം. അപ്പൊ നമുക്ക് ഇതെന്ത് ചെയ്യുക, എഴുതിയെടുക്കുക. നമുക്ക് ഇനി ഓരോ ട്രയാങ്കിളിന്റെയും നമുക്ക് എന്ത് കണ്ടുപിടിക്കുക, റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഇനി ഓരോ ട്രയാങ്കിൾ ആയിട്ട് ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പൊ ഓരോ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ റേഷ്യോ നമുക്ക് കണക്കാക്കാം. അപ്പൊ ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കാം, ഇൻ ട്രയാങ്കിൾ എ പി സി. നമുക്കവിടെ എ പി ഈസ് ഈക്വൽ ടു B1 ആണ്. അടുത്ത് ഹൈറ്റ് ഈസ് ഈക്വൽ ടു h എന്ന് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏരിയ ഈസ് ഈക്വൽ ടു, ഏരിയ നമുക്ക് എങ്ങനെ എടുക്കാം, ഹാഫ് ബി എച്ച് ഈസ് ഈക്വൽ ടു 1/2. ബി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, B1 ആണ്, ഇൻറ്റു എച്ച്. നമുക്ക് എങ്ങനെ കിട്ടും, ഹാഫ് B1 H1 എന്ന് കിട്ടും. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി, ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി. അപ്പൊ ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് ആവശ്യമായിട്ടിരുന്നത് ബേസും ഹൈറ്റും. അപ്പൊ ബേസ് എന്ന് പറയുന്നത് B1 ആണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ h തന്നെയാണ്. നമ്മൾ ആ ഇക്വേഷനിൽ കൊടുത്തു, ബിയുടെ സ്ഥാനത്ത് B1 എന്ന് എടുത്തു, h എന്ന് പറയുന്നത് h ആയിട്ട് എടുത്തു. അപ്പൊ ഹാഫ് B1 H1 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ എന്തായി, ഏരിയ. ഇനി നമുക്ക് രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ ഇൻ ട്രയാങ്കിൾ പി ക്യു സി. അപ്പൊ പി ക്യു സി എന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ പി ക്യു സി എന്ന ട്രയാങ്കിൾ ട്രയാങ്കിളിൽ നമുക്കിവിടെ പി ക്യു സമം പി ക്യു ഇസ് ഈക്വൽ ടു നമുക്ക് B2 ആണ്. അപ്പൊ ഹൈറ്റ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, h തന്നെയാണ്. അപ്പൊ നമുക്ക് അവിടുത്തെ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് ബി h ആണ്, ഈസ് ഈക്വൽ ടു ഹാഫ് B2 ആണ്. അവിടെ ബേസ് എന്തായിട്ട് മാറി, B2 ആയിട്ട് മാറി. അപ്പൊ B2 ഇൻറ്റു h ഈസ് ഈക്വൽ ടു 1/2 B2H. അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി, രണ്ടാമത്തെ ട്രയാങ്കിളിന് എന്ത് കിട്ടി, ഏരിയ കിട്ടി. ഇനി എടുത്ത് മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയയുടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആദ്യം കിട്ടിയ, അതായത് എന്നിട്ട് ഇവയുടെ റേഷ്യോ നോക്കുക. എന്നിട്ട് നേരത്തെ കിട്ടിയ റേഷ്യോക്ക് ഈക്വൽ ആണെങ്കിൽ എന്താണ്, രണ്ടിന്റെയും റേഷ്യോ ഈക്വൽ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് തെളിയിക്കേണ്ട കാര്യങ്ങളായി. നമുക്ക് ഇനി അടുത്ത് മൂന്നാമത്തെ നോക്കാം, ട്രയാങ്കിൾ ഇൻ ട്രയാങ്കിൾ QBC. അപ്പൊ QBC എന്ന ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ QB ഈസ് ഈക്വൽ ടു B3 ആണ്, ശരിയല്ലേ. QB എന്ന് പറയുന്നത് എന്താണ്, B3 ആണ്. ഹൈറ്റ് വ്യത്യാസം ഒന്നുമില്ല, ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, h തന്നെയാണ്. അപ്പൊ അടുത്ത് ഇനി ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഹാഫ് BH ഈസ് ഈക്വൽ ടു 1/2 B3 ഇൻറ്റു h. അപ്പൊ നമുക്കിവിടെ കിട്ടുന്നത് എന്താന്ന് കിട്ടും, ഈസ് ഈക്വൽ ടു 1/2 B3H എന്ന് കിട്ടും. അപ്പൊ നമുക്ക് മൂന്ന് ട്രയാങ്കിളിന്റെ എന്തായി, ഏരിയ. അപ്പൊ ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് B1H1, രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് B2H2,
മൂന്നാമത്തെ ട്രയാങ്കിളിന്റെ ഏരിയ ഹാഫ് B3H. അപ്പൊ നമുക്കിവിടെ എന്തായി? 3 ട്രയാങ്കിളിന്റെയും ഏരിയയായി. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? റേഷ്യോ കണ്ടുപിടിക്കണം. എന്തിന്റെ റേഷ്യോ? പരപ്പളവ്, അതാണ് ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ. അപ്പോ റേഷ്യോ ഓഫ് ഏരിയ. അപ്പൊ ഏരിയകളുടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? റേഷ്യോ കണ്ടുപിടിക്കണം. അപ്പൊ ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ ഏരിയ എടുക്കുക. എന്താണ്? ഹാഫ് B1H ഈസ് ടു ഹാഫ് B2H ഈസ് ടു ഹാഫ് B3H. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? റേഷ്യോ എഴുതി. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇല്ല. നമ്മളിവിടെ എന്ത് ചെയ്യണം? കോമൺ ആയിട്ട് വരുന്നത് എന്ത് ചെയ്യണം? ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പൊ നമ്മുടെ കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? ഹാഫ്. ഇവിടെ ഹാഫ് ഉണ്ട്, ഇവിടെ ഹാഫ് ഉണ്ട്. അപ്പൊ ഹാഫ് എല്ലാം ക്യാൻസൽ ആയിപ്പോയി. ഇനി ബാക്കി ഈക്വൽ ആയിട്ട് കോമൺ ആയിട്ട് വരുന്നത് ഏതാണ്? H. അപ്പൊ നമുക്ക് ഇനി അടുത്ത് ഇവിടെ H, വീണ്ടും ഇവിടെ ഒരു H, വീണ്ടും ഒരു H. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അതും ക്യാൻസൽ ആയിപ്പോയി. ബാക്കി ഇനിയുള്ളത് എന്താണ്? ഈസ് ഈക്വൽ ടു B1 ഈസ് ടു B2 ഈസ് ടു B3. അപ്പോൾ ഏരിയകളുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? B1 ഈസ് ടു B2 ഈസ് ടു B3 ആണ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ബേസുകൾ തമ്മിലുള്ള റേഷ്യോ എന്ത് തന്നെയായിരുന്നു? B1 ഈസ് ടു B2 ഈസ് ടു B3. അപ്പോ എങ്ങനെയായിരുന്നു? റേഷ്യോ ഓഫ് ബേസ് ആൻഡ് റേഷ്യോ ഓഫ് ഏരിയ ആർ സെയിം. അപ്പോ ത്രികോണങ്ങളുടെ പരപ്പളവും പാദങ്ങൾ തമ്മിലുള്ള അംശബന്ധം എങ്ങനെയാണ്? തുല്യം ആണ്. അപ്പോൾ മൂന്നാമത്തെ വശത്തെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോയും ആ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എങ്ങനെയായിട്ട് മാറി? തുല്യമായിട്ട് മാറി. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ ഒരു മൂലയിൽ നിന്ന് എതിർവശത്തേക്ക് വരയ്ക്കുന്ന വരകൾ മൂന്നാമത്തെ വശത്തെ ഏത് അംശബന്ധത്തിൽ ഭാവിച്ചാലും അതേ അംശബന്ധം തന്നെയായിരിക്കും ആ ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം. ആ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം ഇങ്ങനെ തന്നെയായിരിക്കും. തെളിയിക്കേണ്ട രീതി ഇതാണ്. പാദങ്ങൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എടുക്കുക. അവയുടെ അംശബന്ധം അതേ സെയിം തന്നെയായിരിക്കും. ഇപ്പോൾ ഇവിടെ 2 ആണെങ്കിൽ 2:3:5 ആയിരിക്കും. 2, 3, 5 വന്നു കഴിഞ്ഞാൽ 2:3:5 തന്നെയായിരിക്കും എന്ത് ഇവിടെ റേഷ്യോ. നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടെ കണ്ടുപിടിച്ച് വരുമ്പോൾ ത്രികോണത്തിന്റെ പരപ്പളവുകൾ തമ്മിലുള്ള റേഷ്യോ എന്ത് തന്നെയായിരിക്കും? 2:3:5 തന്നെ ആയിരിക്കും. അപ്പോൾ ഏത് ത്രികോണങ്ങൾ എടുത്താലും അവയുടെ പാദങ്ങൾ തമ്മിലുള്ള അംശബന്ധം ഹൈറ്റ് ഈക്വൽ ആണെങ്കിൽ പാദങ്ങൾ തമ്മിലുള്ള അംശബന്ധവും പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം എപ്പോഴും എങ്ങനെ തന്നെയായിരിക്കും? തുല്യം ആയിരിക്കും. അപ്പോൾ കണ്ടുപിടിച്ച രീതി, ആദ്യം പാദങ്ങൾ തമ്മിലുള്ള അംശബന്ധം നമ്മൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? 3 ത്രികോണങ്ങളുടെ പരപ്പളവുകൾ കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? അതിലെ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിനെ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സിനെ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി കിട്ടുന്നത് എന്താണോ അത് തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്? അവയുടെ റേഷ്യോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യങ്ങൾ അവസാനം എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ ആൻസർ ആയി? ആ ത്രികോണത്തിന്റെ തന്നെ പരപ്പളവും ത്രികോണത്തിന്റെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധവും പാദങ്ങൾ ബേസുകൾ തമ്മിലുള്ള അംശബന്ധം എങ്ങനെയായി? ഈക്വൽ ആയി. അപ്പോൾ ഇതെന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈവനിങ് സിം ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യുക? ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യാം? ക്ലിയർ ചെയ്യാം. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അതേ സെയിമിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നമുക്കിവിടെ ഏരിയ കണക്കാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം? തെളിയിച്ചാൽ മതി. അത് നമുക്കിവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? തെളിയിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ തെളിയിക്കാൻ വേണ്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും പാടായിട്ട് ചിലപ്പോൾ തോന്നും. അപ്പോൾ ചെയ്യേണ്ട കാര്യം വ്യക്തമായി ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയിട്ട് പിക്ചറിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആൻസർ എഴുതാൻ എളുപ്പമായി. ക്വസ്റ്റ്യൻ നോക്കുക. ഇൻ ദ പിക്ചർ ബിലോ, അപ്പോൾ താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ ദ ടോപ്പ് വെർട്ടെക്സ് ഓഫ് a triangle is joined to the midpoint of the bottom side of the triangle. അപ്പോൾ മുകളിലത്തെ വെർട്ടെക്സിൽ നിന്ന് താഴത്തെ സൈഡിന്റെ എവിടെയാണ് വരച്ചിട്ടുള്ളത്? മിഡ് പോയിന്റിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ലൈൻ വരച്ചിട്ടുള്ളത്. ആൻഡ് ദെൻ ദ മിഡ് പോയിന്റ് ഓഫ് ദീസ് ലൈൻ, ഈ പോയിരിക്കുന്ന ലൈനിന്റെ മിഡ് പോയിന്റിൽ നിന്ന് ഈസ് ജോയിൻഡ് ടു അതർ 2 വെർട്ടെക്സ്. അതായത് നമ്മളിപ്പോൾ വരച്ച ലൈൻ എങ്ങോട്ട് പോയിട്ടുണ്ട്? മൂന്നാമത്തെ വശത്തിന്റെ മിഡ് പോയിന്റിൽ പോയിട്ടുണ്ട്. ഇനി ആ കുത്തനെ വരച്ചിരിക്കുന്ന ലൈനിന്റെ മിഡ് പോയിന്റ്, അപ്പൊ ഇത് ഒന്ന് തന്നെയാണ് ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ആണ്. ഇത് ഈ ലൈനിന്റെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തിട്ട് അടുത്ത വെർട്ടെക്സിലോട്ട് എന്ത് ചെയ്തിട്ട് ആ ലൈനുകൾ വരച്ചിട്ടുണ്ട്. പ്രൂവ് ദാറ്റ്, നമുക്ക് തെളിയിക്കേണ്ടത് ദ ഏരിയ ഓഫ് ആൾ 4 ട്രയാങ്കിൾ ഒബ്റ്റൈൻഡ് ദസ് ആർ ഈക്വൽ ടു ദ ഫോർത്ത് ഓഫ് ദി ഏരിയ ഓഫ് ദി ഓൾ ട്രയാങ്കിൾ. അപ്പൊ നമുക്കിവിടെ മൊത്തം ട്രയാങ്കിളിന്റെ ഏരിയ എന്താണെന്ന് തെളിയിക്കണം? തുല്യമാണെന്ന് തെളിയിക്കണം. അതിന്റെ അർത്ഥം ഈ ഇതിലെ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ മൊത്തം ട്രയാങ്കിളിന്റെ 4/1 ഭാഗമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അതിനെ എന്ത് ചെയ്താൽ മതി? എല്ലാ ട്രയാങ്കിളിന്റെ ഏരിയ നമുക്ക് എന്താണെന്ന് തെളിയിച്ചാൽ മതി? തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. ഇവിടെ ആ എല്ലാ ട്രയാങ്കിളിന്റെയും ഏരിയ
തുല്യമായി വന്നു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ട്രയാങ്കിൾസിന്റെ ഏരിയ തുല്യമായി വന്നു കഴിഞ്ഞാൽ ആ മൊത്തം ട്രയാങ്കിളിന്റെ ഏരിയയുടെ 4 ഭാഗമായിരിക്കും ഇതിലെ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് തെളിയിക്കാൻ വേണ്ടി നമുക്ക് ട്രയാങ്കിളിന്റെ ബേസ് എടുത്തു കഴിഞ്ഞാൽ ബേസുകളുടെ റേഷ്യോ ആണ് നമുക്ക് എന്താണെന്ന് അറിയാം, ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോ ആണെന്ന് അറിയാം. അപ്പോൾ ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോയും ബേസിന്റെ റേഷ്യോയും ഈക്വൽ ആയി കഴിഞ്ഞാൽ, അപ്പോൾ അതായത് ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോ എല്ലാ ട്രയാങ്കിളിനും ഒരേപോലെ റേഷ്യോ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, ഏരിയ എല്ലാം സെയിം ആണെന്നാണ്. ബേസിന്റെ അതുപോലെ തന്നെ റേഷ്യോകൾ സെയിം ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഏരിയ എല്ലാം എന്താണ്, സെയിം എന്നാണ്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്താൽ മതി, തെളിയിച്ചാൽ മതി. അതിന് ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്തു മാറ്റി വരയ്ക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു ത്രികോണത്തിന്റെ ഒരു മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു വര വരച്ചിട്ടുണ്ട്. ഈ വരയുടെ മധ്യബിന്ദുവിൽ നിന്ന് മറ്റു മൂലകളിലേക്ക് മറ്റു 2 വരകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. നമുക്ക് തെളിയിക്കേണ്ടത് ഈ ത്രികോണത്തിനുണ്ടായിരിക്കുന്ന 4 ത്രികോണങ്ങളുടെയും പരപ്പളവ് തുല്യമാണെന്ന് തെളിയിക്കണം. അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു ത്രികോണത്തിന്റെ പരപ്പളവ് മൊത്തം ത്രികോണത്തിന്റെ 4 ഭാഗമാണെന്ന് എന്ത് ചെയ്യണം, തെളിയിക്കണം. അപ്പോൾ രണ്ടും ഒന്ന് തന്നെയാണ്. നമുക്കിവിടെ എന്ത് ചെയ്യാം, 4 ത്രികോണങ്ങൾ എന്ത് ചെയ്യാം, തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. അതിന് ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ വാങ്ങിക്കുന്നു. എന്നിട്ട് ഈ ചിത്രം നമുക്ക് മുകളിലോട്ട് എടുത്ത് വരച്ചിട്ട് നമുക്ക് ആൻസർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഞാൻ ചിത്രം ഒന്നുകൂടെ ഒന്ന് മാറ്റി വരയ്ക്കുന്നു. അപ്പോൾ ത്രികോണം ഈ എക്സിൽ നിന്ന് എന്ത് ചെയ്തു, ഇതിന്റെ മിഡ് പോയിന്റിലേക്ക് എന്ത് ചെയ്തു, ഒരു വര വരച്ചിട്ടുണ്ട്. ഇത് മിഡ് പോയിന്റ് ആണ്. അടുത്ത് ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്ന് മറ്റ് വെർട്ടെക്സിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വരകൾ വരച്ചിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യാം, ഇത് മിഡ് പോയിന്റ് ആണ്, ശരിയല്ലേ? അപ്പൊ ഈ 2 ത്രികോണങ്ങളുടെ പരപ്പളവുകൾ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് മിഡ് പോയിന്റ് ആണ്, ഇതും എങ്ങനെയാണ്, തുല്യമാണ്. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ബി എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് എന്ത് തന്നെയായിരിക്കും, ബി തന്നെയായിരിക്കും. അപ്പൊ ഇവിടെ റേഷ്യോ എന്ന് പറയുന്നത് B/B. അപ്പൊ 2 ലെറ്ററും തുല്യമായിട്ട് 1:1 എന്നാണ് അർത്ഥം. അപ്പൊ 1:1 എന്ന് പറഞ്ഞാൽ രണ്ടും എങ്ങനെയാണ്, തുല്യമായി എന്നാണ് അർത്ഥം. നമ്മുടെ 4 തുല്യമാണെന്നല്ലേ തെളിയിക്കേണ്ടത്. ഇതിനെ നമുക്ക് എന്താക്കിയെടുക്കാം, 4 ത്രികോണങ്ങളുടെയും കോമൺ ആയിട്ട് വരുന്ന ബേസ് ഇതല്ലേ. അപ്പൊ ഈ ത്രികോണം എടുത്താൽ അവിടെ ഈ ബേസ് ഉണ്ട്, ഈ ത്രികോണം എടുത്താൽ ഇത് ബേസ് ആണ്. അപ്പൊ രണ്ടും എങ്ങനെയായിട്ട് മാറും, തുല്യമായിട്ട് മാറും. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും എങ്ങനെയായിട്ട് മാറും, തുല്യമായിട്ട് മാറും. അപ്പൊ നമുക്ക് ഇവയുടെ റേഷ്യോ അനുസരിച്ച് ഇത് തുല്യമായാൽ, അതായത് നമുക്കിവിടെ പേര് കൊടുത്തു കഴിഞ്ഞാൽ ABCD, ഇതിനെ P എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ PDയും PCയും ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, PDയും PC ഈക്വൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ 4 ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ എങ്ങനെയായിട്ട് മാറും, തുല്യമായിട്ട് മാറും. നമുക്കിവിടെ ADയും DBയും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. PDയും PCയും എന്ത് തന്നെയാണ്, ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം മിഡ് പോയിന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ 4 ത്രികോണങ്ങളുടെ പരപ്പളവുകൾ എങ്ങനെയായിട്ട് മാറും, തുല്യമായിട്ട് മാറും. അതിന് നമുക്കിവിടെ എന്ത് ചെയ്യാം, റേഷ്യോ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ട്രയാങ്കിൾ നമുക്ക് നോക്കാം. ഇവിടെ ADCയും BDC എന്ന ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ADയും BC എങ്ങനെയാണ്, ഈക്വൽ ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന കാര്യം D is the in the picture. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യം പറഞ്ഞിരിക്കുന്നത് D is midpoint of AB. ABയുടെ മിഡ് പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, D എന്ന് പറഞ്ഞിട്ട്. അപ്പൊ therefore AD is equal to DB ആയിരിക്കും. AD is equal to DB. അങ്ങനെയാണെങ്കിൽ AD is to DB is equal to 1:1. അപ്പോൾ ADയും DB എങ്ങനെയായിരിക്കും, റേഷ്യോ 1:1 ആയിരിക്കും. അതുപോലെ തന്നെ P is the midpoint of DC. അപ്പോൾ DCയുടെ മിഡ് പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, P എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എഴുതാൻ കഴിയുന്നത് എന്താണ്, PC is equal to PD. PCയും PD എങ്ങനെയാണ്, ഈക്വൽ ആണ്. അപ്പോൾ therefore PC is to PD is equal to 1:1 ആണ്. അപ്പോൾ റേഷ്യോ എങ്ങനെയായി, 1:1 ആയി. അപ്പോൾ ഇനി ഏരിയകൾ തമ്മിലുള്ള റേഷ്യോയും നമുക്ക് എങ്ങനെ തന്നെയായിരിക്കും, ഇതേപോലെ തന്നെ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ത്രികോണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ ട്രയാങ്കിൾ APD and ട്രയാങ്കിൾ APC. APC എന്ന ട്രയാങ്കിളിന്റെയും APD എന്ന ട്രയാങ്കിളിന്റെയും ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഇൻ ട്രയാങ്കിൾ APD and APC ഏരിയ റേഷ്യോ ഓഫ് ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്, 1:1. കാരണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ചിരിക്കുന്ന കാര്യം തന്നെ എഴുതിയാൽ മതി. എന്താണ്, ഒരു ട്രയാങ്കിളിന്റെ ബേസുകൾ തമ്മിലുള്ള റേഷ്യോയും ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ തന്നെ ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത 2 ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇൻ ട്രയാങ്കിൾ BPD and ട്രയാങ്കിൾ
ബി പി സി രണ്ട് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ റേഷ്യോ എന്ത് തന്നെയാണ്? റേഷ്യോ ഓഫ് ഏരിയ ഈസ് ഈക്വൽ ടു എന്ത് തന്നെയാണ്? 1:1. അതും കാരണം അത് തന്നെയാണ്. കാരണം ഇവിടെ റേഷ്യോ നമ്മൾ ആൾറെഡി 1:1 ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബേസുകൾ തമ്മിലുള്ള റേഷ്യോ തന്നെയായിരിക്കും അവയുടെ ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ. കാരണം ഒരു ട്രയാങ്കിളിൽ നിന്ന് വരുന്ന വെർട്ടെക്സിൽ നിന്നായതുകൊണ്ട് അവയ്ക്ക് എന്ത് ചെയ്യില്ല, വ്യത്യാസം വരില്ല. അപ്പോൾ നമുക്ക് ഇവിടെ തമ്മിലുള്ള റേഷ്യോ 1:1 ആണ്. ഇവ തമ്മിലുള്ള റേഷ്യോ എന്ത് തന്നെയാണ്? 1:1 ആണ്. അപ്പോൾ റേഷ്യോ ഫോർ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 1:1:1:1. അപ്പോൾ 4 ട്രയാങ്കിളിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? 1:1:1:1. ദാറ്റ് മീൻസ് അവ എങ്ങനെയാണ്? ഈക്വൽ എന്നാണ്. അപ്പോൾ therefore ഏരിയ ഓഫ് all triangle are equal. അപ്പോൾ അവർ 4 ട്രയാങ്കിളിന്റെയും റേഷ്യോ ഈക്വൽ ആയതുകൊണ്ട് 4 ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇത് മിഡ് പോയിന്റ് ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും പി മിഡ് പോയിന്റ് ആയതുകൊണ്ട് പി സിയും പി ഡി ഈക്വൽ ആണ്. പി സിയും പി ഡി ഈക്വൽ ആണെങ്കിൽ അവയുടെ റേഷ്യോ എങ്ങനെ തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈക്വൽ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1:1 തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബേസിന്റെ റേഷ്യോ എന്താണോ അത് തന്നെയായിരിക്കും അവയുടെ ട്രയാങ്കിൾസിന്റെയും റേഷ്യോ. നമ്മളിവിടെ ഈ ട്രയാങ്കിൾ നോക്കി കഴിഞ്ഞാൽ ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ ബേസിന്റെ റേഷ്യോ 1:1 ആയതുകൊണ്ട് അവയുടെ ഏരിയയുടെ റേഷ്യോ എന്ത് തന്നെയായിരിക്കും? 1:1 ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ അവയുടെ ബേസിന്റെ റേഷ്യോ 1:1 ആയതുകൊണ്ട് ആ രണ്ട് ട്രയാങ്കിളിന്റെ ഏരിയയുടെ റേഷ്യോ എന്ത് തന്നെയായിരിക്കും? 1:1 തന്നെയായിരിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 4 ട്രയാങ്കിളിന്റെയും റേഷ്യോ എന്ന് പറയുന്നത് 1:1:1 ആണ്. അങ്ങനെയാണെങ്കിൽ 4 ട്രയാങ്കിളിന്റെ റേഷ്യോ 1:1:1:1 ആയതുകൊണ്ട് നമുക്ക് 4 ട്രയാങ്കിളിന്റെ ഏരിയ എന്തായി? ഈക്വൽ ആയി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നത് ഇത് തന്നെയാണ്. 4 ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് ചെയ്യുക? ഈക്വൽ ആണെന്ന് തെളിയിക്കുക. അപ്പോൾ 4 ഈക്വൽ ആയതുകൊണ്ട് മൊത്തം ട്രയാങ്കിളിന്റെ ഏരിയയുടെ 4-1 ഭാഗം തന്നെയായിരിക്കും എന്ത് ചെയ്യുക? ഇതിൽ ഒരു ട്രയാങ്കിളിന്റെ ഏരിയക്കായിട്ട് വരിക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വൈകുന്നേരം ഈവനിങ് സൂം ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യുക? ചോദിക്കുക. അപ്പോൾ ഇതുവരെ പഠിപ്പിച്ച കാര്യങ്ങൾ വ്യക്തമായി പഠിക്കുക. ട്രയാങ്കിൾ ഡിവിഷൻ പ്രത്യേകിച്ച് പഠിക്കുക. എന്നിട്ട് തന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എന്ത് ചെയ്യുക? ഒന്നിലധികം തവണ എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈവനിങ് സൂം ക്ലാസ്സിൽ വരുമ്പോൾ എന്ത് ചെയ്യുക? ഡൗട്ട് ചെയ്യും.